ഹലോ ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാലാഞ്ചിറ ഭഗത് സിംഗ് നഗറിലുള്ള ഒരു 1800 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള, അതും റെഡ് ബ്രിക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ വീടിന് മുന്നിലാണ്. 4 ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 മനോഹരമായിട്ടുള്ള ബെഡ്റൂം കൂടിയ വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. വരുമ്പോൾ തന്നെ നല്ലൊരു മുറ്റം കാണാൻ സാധിക്കും. നമുക്ക് കവേർഡ് കാർ പോർച്ച് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് 2 കാറുകളും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മുറ്റമുണ്ട്. 4 സെൻറ്റാണ് വരുന്നത്. കയറി വരുമ്പോൾ അതുപോലെ നല്ലൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. തടികളെല്ലാം വന്നിട്ട് തേക്കിലാണ് കേട്ടോ പണി ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ് കേട്ടോ. തേക്കിൻ തടിയിലാണ് ഡോറും ജനലും ഒക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വലിയ TV തന്നെ നമുക്ക് കൊടുക്കാനുള്ള ഒരു TV യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് കാശ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻറ്റീരിയർ എല്ലാം ഓൾറെഡി നമ്മുടെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫാനും ലൈറ്റും എല്ലാം അവർ കൊടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് കേട്ടോ. ഇതാണ് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഇവിടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാ നല്ല പ്രകാശമുള്ള ഒരു റൂമാണ്. അതുപോലെ നല്ല കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇതിനകത്ത് എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. സോ നമുക്കിതിനകത്ത് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല പുതുപുത്തൻ വീടാണ്. ചുറ്റും ഒരു വില്ല കമ്മ്യൂണിറ്റി പോലെ തന്നെ ഒരുപാട് വീടുകളുമായിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഡോറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഡോറ് ബാത്റൂമിന് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സോമിനിയുടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി പ്രോഡക്ട്സ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു മിററൊക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ളൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ വരുന്ന കിച്ചണിലേക്കാണ്. കിച്ചൺ എപ്പോഴും ചെറുതായിരിക്കണം എന്നാണ് പഴമക്കാർ പറയാറ്. അതുകൊണ്ട് തന്നെ ഈ കിച്ചൺ വളരെ വിശാലമാക്കാതെ വളരെ ചെറിയ രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ എപ്പോഴും കുഞ്ഞു കിച്ചൺ ആകണം എന്നാണ് വാസ്തുശാസ്ത്രപരമായിട്ടും പഴമക്കാരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. കുഞ്ഞു രീതിയിലുള്ളൊരു കിച്ചണാണ്. കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പിങ്കിഷും ഒരു ക്രീം കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നനകല്ല് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല നമുക്കൊരു ഇവിടെ നമുക്കൊരു കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങോട്ടും കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് നനയ്ക്കാനുള്ള കല്ല് അവിടെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അല്ല ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് മുകളിലത്തെ കാഴ്ചയിലാണ്. താഴെ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്ക് മേളിൽ 3 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കുന്നത്. ഗ്ലാസ് മിററും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തേക്കിൻ്റെ ബോർഡറും കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കയറി വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച. വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലിവിങ് ഏരിയ ഒരു കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു റൂം വരുന്നത്. ഈ ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഏതും വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഒട്ടും കൺജസ്റ്റഡ് അല്ല. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് വിശാലമായിട്ട് കുളിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ നേരത്തെ ആ റൂമിൽ കണ്ടപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലായിടത്തും ഒരേ കോമൺ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. സോമനിയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടൈലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തിനെയും കളർ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും ലോക്കൽ ആവാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. 1800 സ്ക്വയർ ഫീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വലിയ വിശാലമായിട്ടുള്ള വീട് അല്ലെങ്കിൽ കൂടിയും വളരെ ഭംഗിയായിട്ടും ഒതുക്കത്തോടെയും വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച ബെഡ്റൂമിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ഈ റൂം എന്ന് പറയുമ്പോൾ. ഇവിടെ നമുക്ക് ഇത്രയും പോർഷൻ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റായിട്ട് കുറച്ച് ഏരിയ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പോർഷൻ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പോർഷൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെയും വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത ടൈൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാത്റൂമിൽ സാധാരണ നമ്മൾ പകുതി വരെ വെച്ചിട്ടുള്ള ടൈൽ ഒട്ടിക്കാറുള്ളൂ. പക്ഷേ ഇത് ഫുൾ കവർ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മൾ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് കേട്ടോ. ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് മുകളിൽ ടെറസിലേക്ക് പോകുന്ന ആ ഒരു പോർഷനിലേക്കാണ്. ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നാലാഞ്ചിറയിൽ വീട് അന്വേഷിക്കുന്നവർക്ക് തീർത്തും വേർത്തായിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. നാലാഞ്ചിറ ഭഗത് സിംഗ് നഗറിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ചുടുകല്ലിൽ തീർത്തിട്ടുള്ള 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതുവർഷത്തിൽ ഒരു പുത്തൻ വീട്ടിൽ പാല് കാഴ്ച കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ വീട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു താഴെ കാണുന്ന സിയോൺ റിലേറ്റീവ്സിൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.